പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Canon E470 എന്ന പ്രിൻ്ററിൻ്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കാനറിന് വേണ്ടി പ്രത്യേകിച്ചൊരു ഡ്രൈവർ കാര്യങ്ങൾ വരുന്നില്ല. പ്രിൻ്ററിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുന്ന കൂടെ തന്നെ സ്കാനർ ഡ്രൈവറും അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം Canon സപ്പോർട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങൾ സെർച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന സൈറ്റ് കാണാൻ സാധിക്കും. Canon ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ള ഇവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ E470 എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ അവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണാം, ഫോട്ടോ കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളൊരു ഓപ്ഷന്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ കുറേ വിൻഡോസിൻ്റെയും മാക്കിൻ്റെയും വെർഷൻസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളെ വോയിസ് ഏതാണോ അത് ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്നാണ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും നിങ്ങളെ വോയിസിൻ്റെ വെർഷൻ വരുന്നത്. എൻ്റെ ലാപ്ടോപ്പ് ഇപ്പോൾ വിൻഡോസ് 10 64 ബിറ്റാണ്. അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് ആണ് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന സെർച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് റീലോഡായി വരുന്നതാണ്. അപ്പോൾ റീലോഡായി വന്നു കഴിഞ്ഞാൽ താഴോട്ട് ഒന്നുകൂടി സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൂടെ കുറേ പേരുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അതിൽ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് ഞാനിവിടെ. അതിൽ ഏറ്റവും സൈസ് കൂടിയ ഫയൽ ഏതാണോ അത് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ലാസ്റ്റിൽ കാണുന്ന ഒരു ഫയൽ 68 MB ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ക്ലിക്ക് ചെയ്യും. അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ USB കണക്റ്റഡ് ആണെങ്കിൽ ദയവ് ചെയ്ത് USB റിമൂവ് ചെയ്യണം. ഇവിടെ റൺ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ചെറിയൊരു എക്സ്ട്രാക്ഷൻ നടന്നതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാളർ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ചോദിക്കുന്നത് നമ്മുടെ ലാംഗ്വേജ് റെസിഡൻസ് ഏരിയയാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ഏഷ്യ എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ പിന്നെ യെസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചെറിയൊരു ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മോട് കണക്ഷൻ മെത്തേഡ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് USB കണക്ഷൻ വഴിയുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് രണ്ടാമത് കാണുന്ന USB എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഈ സമയത്തും ചെറിയൊരു ഇൻസ്റ്റാളിങ് അല്ലെങ്കിൽ ചെറിയൊരു അപ്ഡേഷൻ നടക്കുന്നതാണ്. അത് നടന്നതിന് ശേഷം നമ്മോട് USB കേബിൾ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ഈ സമയത്ത് മാത്രമേ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രിൻ്ററിൻ്റെ കൂടെ കിട്ടിയ കേബിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു ഭാഗത്തും മറു സൈഡ് പ്രിൻ്ററിൻ്റെ അവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ വിൻഡോ കീ പ്രസ് ചെയ്യുന്നു. അതിൽ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും Canon യൂട്ടിലിറ്റീസ് ആണ് ഒരു ഫോൾഡർ. ഇതല്ല, ഇതിൻ്റെ താഴെ കാണുന്ന ഒന്നുകൂടി ജസ്റ്റ് യെസ് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കാണാം IJ സ്കാൻ യൂട്ടിലിറ്റി പറഞ്ഞത്. അതാണ് നമ്മളെ സ്കാനിങ് സോഫ്റ്റ്വെയർ വരുന്നത്. ആൾമോസ്റ്റ് നിങ്ങൾ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ആവുന്നതാണ്. സെപ്പറേറ്റ് സ്കാനർ ഡ്രൈവർ ആണ് വരുന്നില്ല. ഈ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഡോക്യുമെൻ്റ് എന്ന് കണ്ടില്ല, അത് ജസ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് നടക്കുന്നതാണ്. എങ്ങനെ സ്കാൻ ചെയ്യാം എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഫുൾ സെറ്റിങ്സ് അതിൻ്റെ ഫുൾ മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ജസ്റ്റ് ഞാനിവിടെ ഡോക്യുമെൻ്റ് എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ സ്കാനിങ് നടന്നിട്ടുണ്ട്. അത് നേരെ നമ്മൾ ആ ഫയൽ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിൽ സേവ് ആവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.